സാർ ഇപ്പോൾ ആരാണ് അഫാൻ എന്ന് കണ്ടെത്തണമെന്ന് സാർ കൃത്യമായി പറഞ്ഞു. ഇതിലേക്ക് പോലീസ് എത്താത്തത് എന്തുകൊണ്ടായിരിക്കും? എനിക്ക് ചോദിക്കാനുള്ളത് മറ്റൊരു കാര്യം, നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ചിലർ സേവ് അഫാൻ എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ പല ചാനലുകളിലും വർക്ക് ചെയ്ത ക്യാമറമാർ ഈ തെളിവെടുപ്പിനൊപ്പം പോയിട്ടുണ്ടായിരുന്നു അഫാന്റെ കൂടെ. അവിടെ ചില ആളുകൾ പറഞ്ഞത്രേ, എന്തിനാണ് അവന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നത്, പാവം പയ്യൻ എന്ന് പറഞ്ഞു. ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു വ്യക്തിയെ ഈ സമൂഹത്തിലെ ചിലരെങ്കിലും ഇങ്ങനെ പാവം, അത് എന്തുകൊണ്ടായിരിക്കും? എന്താണ് അവനുള്ള ഇങ്ങനെയുള്ള പിന്തുണ വരുന്നത്? അല്ല, ആ പിന്തുണയെ പറ്റി അന്വേഷിക്കണമല്ലോ. അവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ ആ പിന്തുണ നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ആരാണ് അങ്ങനെ പിന്തുണ ഇവന് വേണ്ടി ഇട്ടിരിക്കുന്നത്, അവരെ പറ്റി, അവരുടെ ക്യാരക്ടറെ പറ്റി അന്വേഷിക്കണം. അത് പോലീസ് അത് വിട്ടുകളയരുത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനോട് സോഫ്റ്റ് കോർണർ കാണിക്കുന്നത് 5 പേരെ കൊന്നിട്ടും ആ പാവം എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ലോകത്തെ ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്നു. അപ്പോൾ അത് തന്നെയല്ലേ ഇവനെ സംബന്ധിച്ചിടത്തോളം, ഇവന് മറ്റു രീതിയിലുള്ള ഡ്രഗ്സ് അടിപ്പില്ല എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്, നമുക്കറിഞ്ഞുകൂടാ. അതിനുള്ള എവിഡൻസ് ഒന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്, ചില ഡ്രഗൊന്നും ബ്ലഡിനകത്ത് കാണുമെന്ന് എനിക്ക് സംശയം. അത് MDMA മറ്റേതൊക്കെ 0.001 മില്ലിഗ്രാം ചെന്നാൽ പോരെ? അവന് അത് നേരെ ബ്രെയിനിലോട്ട് പോകുന്നില്ല, ബ്ലഡ് സർക്കുലേഷൻ കാണാൻ സാധ്യത കുറവാണ്. അത് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഒന്നും സയൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു 0.001 മില്ലിഗ്രാം ആണ് ഈ സിന്തറ്റിക്കായ സാധനം ചെല്ലുന്നത്. 1 ഗ്രാമിന് എത്ര രൂപയാണ് അതിന് വില? 1 ഗ്രാമിന്, 1 മില്ലിഗ്രാമിന് എത്ര രൂപ വില? ആ സാധനം ശരീരത്തിൽ ചെന്നാൽ ഉടനെ എല്ലാ ബ്ലഡ് സർക്കുലേഷനും കൂടെ പോയി അത് കാണിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അത് ഞാൻ അതിനൊക്കെ എതിരാണ് അക്കാര്യത്തിൽ. സയൻസൊക്കെ അഡ്വാൻസ് ചെയ്യുന്ന ജോർജ് ജോസഫ് പറയുന്ന മണ്ടത്തരമാണെന്ന് പറയും. പക്ഷേ മനുഷ്യ ശരീരത്തെ പറ്റിയും അതിനകത്ത് തുടങ്ങുന്ന എത്ര ലിറ്റർ ബ്ലഡാണ് ഒരു മനുഷ്യ ശരീരത്തിൽ സംക്രമണം ചെയ്യുന്നത്, അതിനകത്ത് ഒരു 0.001 പോയാൽ അത്ര വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? ഉണ്ടാകത്തില്ല. അത് ഡെയിലി ചെന്ന് കഴിയുമ്പം മൈൻഡിനകത്തൊക്കെ വേറൊരു ഒരു രൂപമാണ് നമുക്ക് വരുന്നത്, വേറൊരു കൃത്യം ചെയ്യാനുള്ള ടേസ്റ്റാണ് വരുന്നത്. അത് അങ്ങനെ ഉണ്ടായതായിരിക്കും ഇത്. അല്ലാതെ ഇവൻ ചെന്ന് പറഞ്ഞാൽ ഇത്ര % ഡ്രഗ്സ് കഴിക്കുന്നവനാണെന്ന് ബ്ലഡിനകത്തൊന്നും അങ്ങനെയൊന്നും കിട്ടില്ല. കാരണം നമ്മളൊക്കെ ബ്ലഡിനെ പറ്റി പഠിച്ചിരിക്കുന്ന അങ്ങനെ, അതും കിട്ടില്ല. അതൊക്കെ തോന്നല. കാരണം അവന് ഡ്രഗ്സ് അടിച്ചതിൻ്റെ സിന്തറ്റിക് ഡ്രഗ്സ്, ചില ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊല്ലാൻ തോന്നും. ഡ്രഗ്സ് കോമൺ അല്ല, പലതിനും പല അതിൻ്റെ അകത്തുള്ള പല മെറ്റീരിയൽ വ്യത്യാസമുണ്ട്. അതിലെ പല പേരിൽ വരുന്നത്, നമ്മൾ എത്രയോ പേരിലാണ് വരുന്നത്. ചിലതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകും. കാരണം അങ്ങനെയുള്ള ഒരു മൈൻഡ് നമുക്കൊക്കെ മറ്റേ അഫ്ഗാനിസ്ഥാനും മറ്റിടത്തുള്ള അമേരിക്കയിലെ ഇതൊക്കെ എംബസിയൊക്കെ തകർത്ത് അവർക്ക് വേറൊരു ചിന്തയില്ല. ആ സാധനം ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള മുഴുവൻ നശിപ്പിക്കാനുള്ള വേറൊരു സോഫ്റ്റ് കോർണറില്ല. അങ്ങനത്തെ ഡ്രഗ്സ് ഒത്തിരി ഉണ്ടെന്നേ ഫീൽഡിൽ. അതിലിട്ടൊന്നും പോലീസ് ഇവിടുത്തെ MDMA പോലെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കറിയത്തുള്ളൂ. എന്തെല്ലാം രീതിയിലുള്ള ഡ്രഗ്സാണ് വരുന്നത്. മൈൻഡിനെ മാറ്റി വേറൊരു ആളെ മാറ്റുന്ന എത്ര പേര് റോഡിൽ കൂടെ നടക്കുന്നുണ്ട് അങ്ങനത്തെ കഴിച്ചിട്ട്. എങ്ങും വീട്ടിലും കയറാൻ നാട്ടുകാരെ പ്രാന്തപ്പാലപ്പോൾ ഒത്തിരി പേര് നടക്കുന്നുണ്ട്. അവർ സൗകര്യം കിട്ടിയാൽ കൊല്ലും. രാമരാവനൊക്കെ എങ്ങനെയായിരുന്നു? കഞ്ചാവ് അടിച്ചിട്ടാണ്. കഞ്ചാവ് അടിച്ചാൽ വേറെ ലോകത്തോടൊക്കെ സഞ്ചരിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഡ്രഗ്സ് എന്ന് കഴിഞ്ഞാൽ വേറൊരുത്തനെ കൊല്ലാനായിട്ടുള്ള സ്പിരിറ്റ് വരും നമുക്ക്. ഓരോ മൊഴികളും പൊരുത്തപ്പെടാത്ത രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉമ്മയുടെ മൊഴിയാണെങ്കിലും അഫാന്റെ മൊഴിയാണെങ്കിലും ഒരു കാരണവശാലും സിങ്ക് ആവുന്നില്ല. പൊരുത്തക്കേടുകൾ ഒരുപാടുണ്ട്. സാമ്പത്തിക ബാധ്യത 70 ലക്ഷത്തോളം ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ബ്ലേഡ് പലിശക്കാരിൽ നിന്നാണ് പണം കടം വാങ്ങിയിരിക്കുന്നത്, അതും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്താണ് ഉമ്മയുടെ കാര്യം ഇനി എന്താവും എന്നുള്ളത്. അപ്പോൾ ഈ പൊരുത്തക്കേടുകൾ, വാപ്പയുടെ മൊഴിയും പൊരുത്തക്കേടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ മുഴുവൻ ഉണ്ടാക്കുന്നത്? അഫാൻ തന്നെയാണ്. അമ്മയെ വരട്ടിയല്ലേ അവൻ ഇത്ര നാൾ ജീവിച്ചത്. വാപ്പാനൂടെ ഇല്ലല്ലോ. അപ്പം അപ്പാനൂടെ ഉണ്ടായിരുന്ന ഇവൻ ഇങ്ങനെ വരത്തില്ലായിരുന്നു. കാരണം അതൊക്കെ മനസ്സിലാക്കും. അമ്മമാരെ ഭീഷണിപ്പെടുത്തി പൈസ അടിച്ചുകൊണ്ടിരുന്നു. അമ്മ ഈ ചെറുക്കനെ അവരെ ഉപദ്രവിക്കും. അവർക്ക് നേരത്തെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് അതുകൂടെ നോക്കണം. ഇനി തീർച്ചയായിട്ടും അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. ആ അമ്മയെ ഇവൻ ശരിക്കും ഉപദ്രവിച്ചിട്ടാണ് ഇത്രയും പൈസ സംഘടിപ്പിക്കുന്നത്. അല്ലെ അവൻ്റെ വശത്തോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അല്ലാതെ അമ്മ ഇവനോട് സ്നേഹവും അതുകൊണ്ടാണ് ചോദിച്ചത്, ഇളയ കൊച്ച് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. ഇവൻ്റെ കാര്യം ചോദിക്കുന്നില്ലല്ലോ. ഇവൻ അമ്മയെ ഉപദ്രവിച്ച അമ്മയ്ക്ക് അറിയാമല്ലോ. ഇത്രയും നാൾ ഉപദ്രവിച്ച കാര്യം ആ തള്ളയ്ക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അവനോടത്തൊരു സോഫ്റ്റ് കോർണർ തള്ളയ്ക്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും കാണില്ല. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ മൊഴിയിൽ പറഞ്ഞത് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അമ്മയെ ആക്രമിക്കുന്നത്. വഴക്കിന്റെ ശേഷം കഴുത്തിൽ ഷാൾ മുറുക്കി. അതിനുശേഷമാണ്
വീട് പൂട്ടി ചുറ്റിക വാങ്ങി നേരെ പാങ്ങോട് എത്തുന്നത്. ഉമ്മുമ്മയെ കൊലപ്പെടുത്തി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കതക് തുറന്ന് കയറിയപ്പോൾ ഉമ്മ നിലത്ത് കിടക്കുന്നു, കരയുകയായിരുന്നു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഉമ്മ മരിച്ചില്ല. അപ്പോഴാണ് ചുറ്റിക അടിച്ച് കൊല്ലുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. രാവിലെ എന്തായാലും ശ്രമം നടത്തി, പക്ഷെ വൈകിട്ട് വന്നിട്ട് ശേഷമാണ് അടിച്ചു കൊല്ലുന്നത്. അപ്പോൾ ഈ മൊഴിയൊക്കെ ഏകദേശം കൃത്യമായി വരുന്നുണ്ടോ? അതൊക്കെ ഇനിയും മാറും. ഇവൻ ആരാണെന്ന് പോലീസ് കണ്ടെത്തട്ടെ. യഥാർത്ഥത്തിൽ ഇവൻ ആരാണ്, ഈ ക്യാരക്ടർ ആരാണ്, അത് പോലീസ് വന്നിട്ടില്ലല്ലോ. കൊന്ന കാര്യം, അതിന് റിക്കവറി കാര്യം മാത്രമല്ലേ പോലീസ് ഇപ്പം ചെയ്യുന്നുള്ളൂ. ഇവൻ ഇങ്ങനെ ഒരു ചാത്താനായത് എങ്ങനെയാണെന്ന് പോലീസ് കണ്ടുപിടിക്കണമല്ലോ. അതിലോട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയണേ. അത് വൈരാഗ്യം കൊണ്ടാണ്, പണം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊന്നതെന്ന്. ഇനി ഇവന് വേറെ വല്ലയിടത്തും വില കേസ് ചെയ്തിട്ടുണ്ടോ നമുക്കറിയത്തില്ല. ഇവൻ ചെയ്ത ആരും പിടിക്കുക. ഇവൻ ഈ രാത്രി പോകുന്ന എവിടെയാണ്? മോഷണമാണോ? ഇവന് പൈസ ആവശ്യമുണ്ടല്ലോ, അത് മോഷണമായിരിക്കാം. അതിലൊന്നും പോലീസ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവൻ എവിടെയാണ് പോകുന്നതെന്ന് അത് ടൈം വെച്ച് ഓരോരോ മണിക്കൂർ വെച്ച് അത് അക്കൗണ്ട് ചെയ്യണം പോലീസ്. അതിന് ക്ഷമ വേണം പോലീസിന്. ഇപ്പം പോലീസിന് എടുപ്പത് പണിയുണ്ട്. കാരണം കല്ലറ പാങ്ങോട്ട് അമ്മയെ കൊന്നത് ഏതായാലും കസ്റ്റഡി വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് റിക്കവറി വേണ്ടി വരും. അതൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കേസിനകത്ത് തന്നെയായിരിക്കും ഈ ചുറ്റികയുടെ ഇതും വരുന്നത്. അപ്പോൾ ചുറ്റിക എടുത്തത് എവിടുന്ന്, വാങ്ങിച്ചത് എവിടുന്നാണ്, ആ വിവരങ്ങൾ മാസ്റ്ററൊക്കെ എഴുതി, അതൊക്കെ ഒത്തിരി പണിയുണ്ട് അതിനകത്ത്. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ അടുത്തടുത്ത കസ്റ്റഡി ചോദിക്കാനൊക്കെ ഉള്ളൂ. ഇനി കിടക്കില്ലേ, ഇനി 2 മർഡർ കേസ് കിടക്കുകയാണ്. ഒരു 10-20 ദിവസം ഇവനെ എല്ലാ കേസിനകത്തും കസ്റ്റഡി വേണ്ടി വരും. ആ 20 ദിവസം പോലീസിൻ്റെ കയ്യിൽ ഇവൻ നിൽക്കുമോ? എനിക്ക് സംശയമാണ്. ഇവനൊരു അബ്നോർമൽ ബിഹേവിയറൊക്കെ, ഇവൻ ശാന്തനായിട്ട് ഇരിക്കുന്നെങ്കിലും ആ കക്കൂസി സമയത്ത് ഇവൻ്റെ നിറം മാറിയത് കണ്ടില്ല. ഇവൻ്റെ ആൻകഫ് അടിച്ചോടുകൂടി അവൻ്റെ നിറം മാറി. അതുകൊണ്ട് പോലീസ് വളരെ സൂക്ഷിക്കണം ഇവൻ്റെ കാര്യത്തിൽ. ഇവിടെ യഥാർത്ഥത്തിൽ അഫാൻ എന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തിയ കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഈ കേസിന്റെ ചുരുളഴിയുമല്ലേ? കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ഇങ്ങനെ അങ്ങ് പോവുള്ളൂ. എനിക്ക് തോന്നണില്ല അഫാൻ ആരാണെന്ന് കണ്ടെത്തുമെന്ന് പോലീസിന്. കൊന്നത് കടം തീർക്കാനാണ്, കടം വാങ്ങിയവരോടുള്ള പകയാണ് എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച് പോകുമോ? അങ്ങനെയാണ് സാധ്യത. കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം പോലീസ് ആ രീതിയിലോട്ട് ഒരു അന്വേഷണ കപ്പാസിറ്റി അല്ലാതെ ഉള്ളവരാരും ആ ടീമിലൊന്നും കാണും. ഒരുപക്ഷെ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല വിവരങ്ങളും മറച്ചു വെക്കുകയാണ്. സാധാരണ സാറും ചെയ്യണ്ടല്ലോ, കുറച്ച് വിവരങ്ങളല്ലോ പുറത്തു വിടുകയുള്ളൂ പത്രക്കാരോട്, ബാക്കിയെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി മറച്ചു വെക്കും. ഇവിടെയും ചില മൊഴികൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഇതിന് പുറകെ ഉണ്ടായിട്ടുണ്ടോ? അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മറച്ചു വെക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതൊക്കെ വെറുതെ തോന്നല. അതൊന്നും മറച്ച്, ഒരു കേസിനെ സംബന്ധിച്ചൊരു ചില കാര്യങ്ങൾ അന്വേഷണ സമയത്ത് ചിലപ്പം പോലീസ് മറച്ചു വെക്കും. കാരണം അത് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ചിലത് കണക്ട് ചെയ്ത ആൾക്കാർ രക്ഷപ്പെടും, അല്ലെ തെളിവ് നശിപ്പിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചിലത് പറയത്തില്ല. പക്ഷേ ഈ ഒരു സംഗതികളൊന്നും കോടതി കൊടുക്കുന്ന കുറ്റച്ചാർജ് എടുത്ത് മറച്ചു വെക്കാൻ പറ്റില്ല. കോടതിക്ക് ബോധ്യമ്പോൾ നല്ല ശിക്ഷിക്കുകയുള്ളൂ, മറച്ചു വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ തീർന്നു കഴിഞ്ഞാൽ മറച്ചു വെച്ച കാര്യങ്ങളെല്ലാം പുറത്തു വരും. കുറ്റച്ചാർജ് എഴുതി കൊടുക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തില്ലെങ്കിൽ കോടതി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും പതുക്കി വെച്ചിട്ടുണ്ടോ, ഇവിടെ എങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടോ, കോടതിക്ക് അത് മനസ്സിലാവും. അല്ല, കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും പോലീസറും പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം, അതായത് രാത്രി സഞ്ചാരത്തെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കുന്നുണ്ടോ? അതറിയാൻ ഒക്കില്ല. കാരണം രാത്രി സഞ്ചാരത്തെപ്പറ്റി എവിടെയൊക്കെ ചെന്ന്, കാരണം രാത്രി സഞ്ചാരത്തെപ്പറ്റി ഇപ്പം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഈ 3 കേസിൻ്റെ ഏകദേശം തീരാറായി കഴിഞ്ഞിട്ട് ശേഷമേ അങ്ങോട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം രാത്രി സഞ്ചാരത്തിൽ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരൊക്കെ പല രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കും. കാരണം അവർക്ക് രക്ഷപ്പെടാനോ അല്ല ഇവനുമായിട്ടുള്ള ആ കോണ്ടാക്റ്റ് ഇല്ലാതാക്കാനൊക്കെ അവർ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് പോലീസ് മറച്ചു വെക്കാം കുറച്ച് കാലം. പക്ഷേ കേസിൻ്റെ അവസാനം ഇൻവെസ്റ്റിഗേഷൻ തീരാറാകുമ്പോൾ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം ജനങ്ങൾ അറിഞ്ഞല്ലേ പറ്റുള്ളൂ. കോടതി ഓപ്പൺ കോടതിയല്ലേ, ട്രയലെല്ലാം ഓപ്പൺ അല്ലേ, കോടതിയിലെല്ലാം ട്രയലെല്ലാം ഓപ്പൺ അല്ലേ, ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ട് ഒന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിന് കുറച്ച് കഴിയുമ്പം എല്ലാം വെളിയിലോട്ട് ആക്കിയേ പറ്റുള്ളൂ. എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഇതൊരു സാധാരണ മർഡർ പോലെ തന്നെ ഇത് പര്യവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും അഫാന്റെ കൂടുതൽ മൊഴി പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്ക് അടുത്ത ചർച്ചയിലോട്ട്